ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കാൻ സഹായം ചെയ്തു കൊടുത്തവരാണ് UDF-കാർ. കാരണം അവർക്ക് മോദിയുടെ നല്ല കാര്യങ്ങൾ ജനങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. ആത്മാർത്ഥതയുടെ ഒരു കണികയെങ്കിലും വി.ഡി. സതീശൻ ഉണ്ടെങ്കിൽ, ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഒരല്പം ധാർമ്മികത സതീശൻ ഉണ്ടെങ്കിൽ, കഴിഞ്ഞ 10 വർഷം കേരളം എങ്ങനെയാണ് കേന്ദ്രം കേരളത്തെ അവഗണിച്ചെന്ന് പറയണം. ഖർഗെ വന്നിട്ട് ഇവിടെ മോദിക്കെതിരെയാണ് പറഞ്ഞു പോയിരിക്കുന്നത്. പിണറായി വിജയൻ അതൊരു അക്ഷരം പറഞ്ഞിട്ടില്ല. പെൻഷൻ മുടങ്ങി. ഞാൻ ഇന്ന് പട്ടികജാതി കോളനികളിലൊക്കെ പോയിട്ടാണ് വരുന്നത്. ഇത്രയും ദുർഭരണം ഇവർ നടത്തിയിട്ട്, ബാലഗോപാൽ ഈ ജില്ലക്കാരനാണ്. ഞാൻ 2 ചോദ്യം ധനകാര്യമന്ത്രിയോട് എനിക്ക് ചോദിക്കാനുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഒരു മനസാക്ഷി വേണ്ടേ മിസ്റ്റർ ബാലഗോപാൽ? ഇവിടെ ഈ കശുവണ്ടി തൊഴിലാളികൾ 10 ലക്ഷം അതിനടുത്ത ആളുകൾ, നിങ്ങളുടെ ഈ ഗവൺമെന്റ് വന്ന അന്ന് മുതൽ പറയാണ് കശുവണ്ടിയുടെ പാക്കേജ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അത് അതേ വാചകം എടുത്ത് ഈ ബജറ്റിൽ വെക്കുന്നു. സർക്കാർ വന്ന മുതൽ കശുവണ്ടി തൊഴിലാളികളുടെ കാര്യത്തിൽ നിങ്ങൾ ഈ രമ്യഹർമ്മ്യങ്ങളെല്ലാം പണിതത്, ഈ കൊട്ടാരങ്ങളെല്ലാം നിങ്ങൾ കെട്ടിപ്പൊക്കിയത് ഈ കൊല്ലം ജില്ലയിലെ ലക്ഷക്കണക്കിന് വരുന്ന കശുവണ്ടി തൊഴിലാളികളുടെ രക്തവും വിയർപ്പും കൊണ്ടാണ്. നിങ്ങളെ സർക്കാർ വന്നിട്ട് ഈ കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? റബ്ബറിന് നിങ്ങൾ പറഞ്ഞു 150 രൂപ. എന്തിനാണ് നിങ്ങൾ 150 രൂപ കൊടുക്കുന്നത്? 150 രൂപ ഓൾറെഡി അവർക്ക് കിട്ടും. ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചതും യൂസ്ഡ് ടയറിന്റെ ഇറക്കുമതി നിരോധിച്ചതും റബ്ബർ ബോർഡ് ഈ അടുത്ത കാലത്ത് എടുത്ത ഫലപ്രദമായ നടപടികളും കാരണം 170 രൂപ ഇപ്പൊ കിട്ടുന്നുണ്ട്. ഒരു പ്രൊജക്ഷൻ എന്ന് പറയുന്നത് മാർച്ചൊക്കെ ആകുമ്പോഴേക്കും 150-190 രൂപയുടെ അടുത്തേക്ക് റബ്ബർ പോകും. എന്തിനാണ് നിങ്ങളുടെ ഈ താങ്ങുവില? അതുകൊണ്ട് കാപട്യക്കാരുടെ സർക്കാരാണ്, ജനങ്ങളെ ദ്രോഹിക്കുന്ന സർക്കാരാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ കേരള പദയാത്രയിലുടനീളം ഈ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ്. മറ്റൊരു കാര്യം കൂടി മീറ്റ് ദി പ്രസ് ആയതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കും. കേരളത്തിലെ ക്രമസമാധാന നില, സർക്കാർ കേരളത്തെ ദ്രോഹിക്കുന്നു, അമിതാധികാരം പ്രയോഗിക്കുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഭരണഘടന തൊട്ടിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. നിലവിലുള്ള കേരള ഗവർണറെ ഭയാനകമായ രീതിയിൽ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ഗുണ്ടകൾക്ക് അവസരം കൊടുത്ത് അവസാനം കേന്ദ്രസേന അദ്ദേഹത്തിന്റെ സുരക്ഷിതത്വം ഏറ്റെടുത്തിരിക്കുന്നു. ഇന്നലെ അതിനേക്കാൾ ദാരുണമായൊരു സംഭവം നടന്നിരിക്കുന്നു. ഗോവ ഗവർണറായിട്ടുള്ള ശ്രീ ശ്രീധരൻ പിള്ളയെ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിലേക്ക് ഒരാൾ വാഹനം ഇടിച്ചു കയറ്റുകയാണ്. ഇടിച്ചു കയറ്റിയപ്പോഴാണ് മനസ്സിലായത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മകനാണ് വാഹനം ഇടിച്ചു കയറ്റിയത്. 1000 രൂപ പിഴയിട്ട് കേസ് ഒതുക്കി. അദ്ദേഹത്തിന്റെ പേരിൽ നിരവധി ക്രിമിനൽ കേസുകളുണ്ട്. എന്തായിരുന്നു മോട്ടീവ് എന്ന് ചോദിച്ചറിയാനുള്ള മര്യാദ കേരള പോലീസിനില്ലേ? അദ്ദേഹത്തിനെതിരെ കേസെടുക്കേണ്ട ആവശ്യമില്ലേ? അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണ്ടേ? ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകം എന്ന് ഞാൻ പറയുന്നില്ല, രാഷ്ട്രീയ സംഘർഷങ്ങളിൽ പ്രതിയായിട്ടുള്ള ഒരാൾ ഗോവ ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് വാഹനം ഇടിച്ചു കയറ്റിയാൽ 1000 രൂപ പിഴയിട്ടാൽ മതിയോ? എന്ത് നിയമവാഴ്ചയാണ് കേരളത്തിലുള്ളത്? അടിയന്തരമായി CPM ജില്ലാ സെക്രട്ടറിയുടെ മകനെതിരെ കേസെടുക്കണം. അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. ഒരു ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് വാഹനം ഇടിച്ചു കയറ്റിയിട്ട് അദ്ദേഹത്തിന് 1000 രൂപ പിഴയിടാൻ ആരാണ് കേരള പോലീസിന് അധികാരം കൊടുത്തത്? ഈ ഓഫൻസ് ഒരു ട്രാഫിക് ഓഫൻസ് ആണോ? ഇതൊരു ക്രിമിനൽ ഓഫൻസ് അല്ലേ? VVIPകളുടെ സുരക്ഷാ വ്യൂഹത്തിലേക്ക് വാഹനം ഇടിച്ചു കയറ്റുന്നത് അനുവദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അദ്ദേഹത്തിന്റെ പശ്ചാത്തലം നോക്കണ്ടേ? ഗവർണറുടെ വാഹനത്തിൽ, കേരള ഗവർണറുടെ വാഹനത്തിന് മുമ്പിലേക്ക് ആളെ കയറ്റി വിട്ട് കാറിനടിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന പോലീസ് കേരളത്തിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നവരോടെല്ലാം പിണറായി എന്ന് പറയുന്ന മഹാരാജാവും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളും അല്ലാതെ വേറെ ആർക്കും ഒരു ബഹുമാനമോ വേറെ ആർക്കും ഒരു സുരക്ഷയോ ഇവിടെ കൊടുക്കുന്നില്ല. രാജാവ് എഴുന്നള്ളുമ്പോൾ എല്ലാവരും മാറി നിൽക്കണം. രാജാവ് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിലും ആളുകളെ അടിച്ചോടിക്കണം. കറുത്ത കുപ്പായമിട്ടവരെ കസ്റ്റഡിയിൽ വെക്കണം. പോലീസിനെ കൂടാതെ
അംഗരക്ഷകരെ കൊണ്ട് ആക്രമിപ്പിക്കണം. ജീവൻ രക്ഷാ സേന ഇറക്കിയിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു മുഖ്യമന്ത്രി ജീവൻ രക്ഷാ സേന ഇറക്കിയിരിക്കുകയാണ്. അങ്ങനെയുള്ള സർക്കാർ, മുഖ്യമന്ത്രി ഗവർണർമാർക്ക് രക്ഷ കൊടുക്കുന്നില്ല. പലപ്പോഴും പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഇതിൽ വീഴ്ച വരുന്നു, സുരക്ഷാ ലോഗ് പുറത്തു വരുന്നു. ക്രമസമാധാന നില തകർന്നിരിക്കുകയാണ് കേരളത്തിൽ. എന്നിട്ട് ഡൽഹി പോയിരുന്ന് വലിയ വായിൽ വർത്തമാനം പറയാനാണെങ്കിൽ ഇത് ജനങ്ങൾക്ക് ശക്തമായിട്ടുള്ള അമർഷം ഇക്കാര്യത്തിലുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ